വ്യോമസേനയുടെ എയർ ഷോയ്ക്കിടെ നിർജ്ജലീകരണത്തെ തുടർന്ന് 5 പേർ മരിച്ചു. 100ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചെന്നൈയിലെ മറീന ബീച്ചിലായിരുന്നു എയർ ഷോ നടന്നത്. കാണികളിൽ 93 പേരെയാണ് സൂര്യാഘാതമേറ്റും നിർജ്ജലീകരണത്തെ തുടർന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് തമിഴ്നാട് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ചികിത്സയ്ക്ക് ശേഷം ഭൂരിഭാഗം പേരും ആശുപത്രി വിട്ടുവെന്നും ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി. ഇന്ത്യൻ വ്യോമസേനയുടെ ആകാശക്കരുത്ത് കാണിക്കാനുള്ള പരിപാടിയായിട്ടായിരുന്നു എയർ ഷോ ഒരുക്കിയിരുന്നത്. എന്നാൽ കനത്ത താപനിലയും അമിതമായ ജനക്കൂട്ടവും എയർ ഷോയെ ദുരന്തമാക്കി മാറ്റുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെ വൻ ജനക്കൂട്ടം തന്നെ മറീന ബീച്ചിൽ എയർ ഷോ കാണാനായി എത്തിയിരുന്നു. 92ാം വ്യോമസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഷോ സംഘടിപ്പിച്ചത്. എന്നാൽ കനത്ത ചൂടായിരുന്നു അനുഭവപ്പെട്ടത്. ചൂടിനെ നേരിടാൻ കുടയുമായിട്ടായിരുന്നു പലരും മറീന ബീച്ചിൽ എത്തിയത്. സ്പെഷ്യൽ ഗരുഡ് ഫോഴ്സ് കമാൻഡോസിന്റെ ഷോയും എയർ ഷോയിലുണ്ടായിരുന്നു. ഇതിൽ ബന്ദിയാക്കപ്പെട്ട ഒരാളെ രക്ഷിക്കുന്ന ദൗത്യം എങ്ങനെയായിരിക്കുമെന്നാണ് പ്രദർശിപ്പിച്ചത്. ബീച്ചിൽ 15 ലക്ഷത്തോളം ആളുകൾ എയർ ഷോ കാണാനായി എത്തിയിരുന്നു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ടാണ് വ്യോമസേനയുടെ എയർ ഷോ നടക്കുന്നത്. അതേസമയം ജനത്തിരക്ക് കൂടുതലായതോടെ നിരവധി പേർക്കാണ് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടത്. അസഹനീയമായ ചൂടിനെ തുടർന്ന് ഏകദേശം 230 പേരാണ് തലകറങ്ങി വീണത്. ചെന്നൈ നഗരത്തിൽ വലിയ ജനത്തിരക്കാണ് ഇതേ തുടർന്ന് അനുഭവപ്പെട്ടത്. 1 മണിയോടെ എയർ ഷോ കഴിഞ്ഞതോടെ വേഗത്തിൽ വീടുകളെത്താൻ ആളുകൾ തിരക്ക് കൂട്ടുകയായിരുന്നു. ഇതും അപകടത്തിന് കാരണമായി. തിക്കും തിരക്കും അനുഭവപ്പെട്ടത് പലർക്കും ദേഹാസ്വസ്ഥന് വരെ കാരണമായി. അതോടൊപ്പം കടുത്ത താപനിലയും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. നിരവധി പേർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ANI പറഞ്ഞു. എയർ ഷോ കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞാണ് മറീന ബീച്ചിന് സമീപമുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആയത്. കൃത്യമായ ആസൂത്രണവും മുന്നൊരുക്കവും ഇല്ലാതെയാണ് പരിപാടി നടത്തിയതെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട്. DMK സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രിയും അണ്ണാ DMK നേതാവുമായ എടപ്പാളി പളനിസ്വാമി ആരോപിച്ചു. അടിസ്ഥാന സൗകര്യം പോലും ഉറപ്പാക്കുന്നതിൽ തമിഴ്നാട് സർക്കാർ പരാജയപ്പെട്ടു. ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിലും വീഴ്ചയുണ്ടായി. ആവശ്യത്തിന് പോലീസുകാർ പോലും ഉണ്ടായിരുന്നില്ല. കുടിവെള്ളം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. തീർത്തും ഞെട്ടിപ്പിക്കുന്നതാണ് സംഭവിക്കുന്നത്. DMK സർക്കാരിന്റെ വീഴ്ചയെ അപലപിക്കുന്നതായും പളനിസ്വാമി X പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ മലയാളം.